പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിൽക്കുന്നത് ഇവിടെ കൊല്ലം പരവൂർ ഈ പുറകെ കാണുന്ന യക്ഷിക്കാവ് ക്ഷേത്ര. ഇവിടെ ഒരു പണി നടക്കത്തില്ല. ഇവിടുത്തെ പൂജാരിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ ഭഗവാന്റെ അടുത്ത് ചോദിച്ചിട്ട് ഏകദേശം 20 പവൻ സ്വർണമാണ്. 1-2 പവനല്ല, ഈ ഇവിടുത്തെ ഭക്തരെല്ലാം കൊണ്ടുവന്നിട്ടുള്ള ഈ കിരീടങ്ങള്, ആഭരണങ്ങളെല്ലാം കൂടി 20 പവൻ സ്വർണമാണ്. ഈ പഹയൻ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി. പഹയൻ എന്ന് പറയാൻ ഇയാൾ എവിടുത്തെ തിരുമേനി, എന്തൊരു തിരുമേനി, ഇദ്ദേഹം ഇവിടെ വന്ന് 20 പരം പവന്റെ സ്വർണമാണ് അടിച്ചു മാറ്റി. എന്തായാലും ഇവിടെ ഭക്തരൊക്കെ പറയുന്നൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ക്ഷേത്രമാണ് കൊല്ലം പരവൂരിലെ യക്ഷിക്കാവ് ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടുത്തെ നമ്പൂതിരി കഴിഞ്ഞ 9 മാസക്കാലമായി ഇവിടെ നിന്ന് ഈ ആഭരണങ്ങളെല്ലാം എടുത്തു മാറ്റി ആഭരണങ്ങൾക്ക് പകരം ഈ കിരീടം പോലെ എല്ലാമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊണ്ടുവച്ചത് ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലോ, കാവിലമ്മേ കാത്തിരക്ഷിക്കണേ, വേലി തന്നെ വിളവ് തിന്നാലും ഇദ്ദേഹമാണ് ഈശ്വരൻ നമ്പൂതിരി. ഈശ്വരൻ നമ്പൂതിരിയാണ് ഈ ദേവിയുടെ ആഭരണങ്ങളെല്ലാം അടിച്ചു മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങൾ അവിടെ കൊണ്ടുവച്ചത്. എന്തായാലും ഇവിടെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ പോലീസൊക്കെ ഇവിടെ വന്നു ഇദ്ദേഹത്തിന് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ട് എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം കണ്ടല്ലോ, അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. പക്ഷേ ഇവിടെയുള്ള ഭക്തർ പറയുന്നത് ഈ ദേവിയുടെ ആഭരണങ്ങൾ അടിച്ചു മാറ്റിയ ഈശ്വരൻ നമ്പൂതിരിയെ പൊക്കിയത് ദേവിയുടെ ഇവിടുത്തെ ഗണപതി ഭഗവാനാണ് എന്നാണ് ഇവിടുത്തെ ഭക്തർ പറയുന്നത്. കേട്ടിട്ട് വരാം. ശരീരത്തിനൊരു ചെറിയൊരു മങ്ങൽ പോലെയൊക്കെ അത് വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തോന്നുകയും ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് തൊട്ട് പൂജിക്കുന്ന ആൾ തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സിനിമയിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട്. വേറെ ഏതെങ്കിലും വഴിയിൽ കൊടുക്കുമായിരുന്നു. പക്ഷേ വേറെ ഒരു വഴിയിൽ പൂജിച്ച് തൊട്ട് പൂജിച്ചിട്ട് എടുത്തപ്പോഴത്തേക്ക് അതിൽ ഒരുപാട് മനമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഈ പൂജാരിമാരെയൊക്കെ ഇനിയിപ്പോൾ ഈ പോറ്റിന്നോ അല്ലെങ്കിൽ പൂജാരിന്നൊക്കെ വിളിക്കാതെ കള്ളനെന്ന് വിളിക്കുന്ന രീതിയിലേക്ക് മാറൂലേ? തീർച്ചയായിട്ടും ഇപ്പം ഇതിങ്ങനെ വന്നില്ലേ, സിനിമയിൽ പോലും കാണാത്ത രീതിയല്ലേ ഇപ്പം നമുക്കിത് കണ്ടുവന്നത്. എത്രയായാലും ശരിക്കും അത് എടുത്തിട്ട് അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് ഇത് കാരണം ഇവിടുന്ന് അദ്ദേഹം കുറച്ച് മുറിച്ചിട്ട് പോയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി മുമ്പേ ഇത് ഞാൻ കൊടുത്തിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഗണപതി ഭഗവാന്റെ അത് എടുത്ത് അതോടുകൂടി പിടിച്ചു. ഗണപതിയാണ് പൊക്കിയത്. ഗണപതിയാണ് പൊക്കിയത്. അതല്ല, അമ്മയല്ലേ, അമ്മയുടെ മുതൽ മക്കൾക്ക് അമ്മ കുറച്ച്. പക്ഷേ ഗണപതി അമ്മയുടെ അടുത്തതിന് പകരം ചോദിക്കാനാണ് ഗണപതി. അച്ഛൻ്റെ അമ്മയുടെയും ഗുരുക്കന്മാരെ പോലും എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചില്ല. പണ്ട് കാലം മുതലേ ഇതിൻ്റെ സത്യത്തിനും നീതിക്കും വാക്കിന് വാക്ക് പറയുന്ന, അമ്മയ്ക്ക് വാക്ക് കൊടുത്ത അതേ വാക്ക് തന്നെ പാലിക്കുന്നില്ലേ ഗണപതി ഭഗവാൻ. അപ്പം അത് ഗണപതിയെ തൊട്ട് വെച്ചപ്പോഴത്തേക്ക് ഗണപതി അത്